നമസ്കാരം. ഫാക്ട് ബോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം മലയാളം സിനിമയാണ്. അതിനു മുമ്പ് പ്രേക്ഷകരോട് ഒരു കാര്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇനി മുതൽ നമ്മുടെ വീഡിയോകളിൽ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ നിന്നും പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കാറുള്ള പ്രധാന ചോദ്യങ്ങളും കേട്ടാൽ അത്ഭുതം തോന്നുന്ന ചില റെക്കോർഡുകളും കോർത്തിണക്കിയ വസ്തുതകളാണ്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായി ഒരു പ്രത്യേക ചോദ്യവും കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുക. മലയാളത്തിലെ ആദ്യ സിനിമയായ വിഗതകുമാരൻ എന്നാണ് പുറത്തിറങ്ങിയത് നിങ്ങൾക്കറിയാമോ? 1928 ഇതിൻ്റെ സംവിധായകൻ JC ഡാനിയലിനെ നമ്മൾ മലയാള സിനിമയുടെ പിതാവ് എന്ന് വിളിക്കുന്നു. PSC പരീക്ഷകളിൽ സ്ഥിരമായി വരാറുള്ള ചോദ്യങ്ങളിൽ ഒന്നാണിത്. ഈ സിനിമയിലെ നായികയായിരുന്ന PK റോസിയാണ് മലയാള സിനിമയിലെ ആദ്യ നായിക. എന്നാൽ അക്കാലത്തെ സാമൂഹിക വിവേചനങ്ങൾ കാരണം അവർക്ക് തൻ്റെ വീടും നാടും ഉപേക്ഷിക്കേണ്ടി വന്നു എന്നത് ഇന്നും വേദനിപ്പിക്കുന്നൊരു ചരിത്രമാണ്. 1928 ശേഷം 10 വർഷം കഴിഞ്ഞാണ് മലയാളത്തിൽ ഒരു ശബ്ദചിത്രം റിലീസാവുന്നത്. 1938 പുറത്തിറങ്ങിയ ബാലനാണ് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം. വിധി ഭൂഷണമോ പണമോ എന്ന് തുടങ്ങുന്ന ഗാനമാണ് മലയാള സിനിമയിലെ ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ട ഗാനം. ആദ്യത്തെ ശബ്ദചിത്രം ഏതെന്ന ചോദ്യം പല പരീക്ഷകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വിഗതകുമാരൻ, ബാലൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മലയാളം സിനിമ വർണ്ണങ്ങളുടെ ലോകത്തേക്ക് മാറിയത് 1961 റിലീസായ കണ്ടം വെച്ച കോട്ട് എന്ന സിനിമയിലൂടെയാണ്. എന്നാൽ മലയാള സിനിമയ്ക്ക് ദേശീയ തലത്തിൽ വലിയൊരു അംഗീകാരം നേടിക്കൊടുത്തത് 1965 പുറത്തിറങ്ങിയ ചെമ്മീൻ എന്ന ചിത്രമാണ്. മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി കേരളത്തിലേക്ക് എത്തിച്ചത് രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ഈ ചിത്രമാണ്. ഇത് PSC പഠിക്കുന്നവർക്ക് പ്രത്യേകം ഓർത്തു വയ്ക്കേണ്ട കാര്യമാണ്. അടുത്തതായി, സാങ്കേതികവിദ്യയിൽ മലയാളം എപ്പോഴും ഒരു പടി മുന്നിലായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ 3D സിനിമ ഒരു മലയാളം ചിത്രമാണെന്ന് നിങ്ങൾക്കറിയാമോ? 1984 പുറത്തിറങ്ങിയ മൈ ഡിയർ കുട്ടിച്ചാത്തനായിരുന്നു അത്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ 70mm സിനിമയായ പടയോട്ടം നിർമ്മിച്ചതും മലയാളത്തിലാണ്. ലോക സിനിമയിലെ വിസ്മയമായിരുന്ന ബോളിവുഡ് ചിത്രം ഷോലെ പോലും 35mm എടുത്ത് പിന്നീട് മാറ്റിയതാണെന്നിരിക്കെ പടയോട്ടം നേരിട്ട് 70mm ഷൂട്ട് ചെയ്ത് വലിയൊരു റെക്കോർഡാണ് ഉണ്ടാക്കിയത്. ഇനി താരങ്ങളുടെ കാര്യമെടുത്താൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെയും പ്രേം നസീർ സാറിൻ്റെയും പേരിൽ നിരവധി അത്ഭുതപ്പെടുത്തുന്ന റെക്കോർഡുകളുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകനായി അഭിനയിച്ച താരങ്ങളിൽ മുൻനിരയിലാണിവർ. അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ പാടിയ ഗായകൻ എന്ന റെക്കോർഡ് നമ്മുടെ KJ യേശുദാസ് സാറിന് സ്വന്തമാണ്. 50,000-ലധികം ഗാനങ്ങളാണ് അദ്ദേഹം വിവിധ ഭാഷകളിലായി പാടിയിട്ടുള്ളത്. മലയാളത്തിൽ നിന്ന് ആദ്യമായി ഓസ്കാർ നോമിനേഷൻ ലഭിച്ച സിനിമ 1997 രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ഗുരുവാണ്. മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരായിരുന്നു അതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമ്മുടെ ചോദ്യം: ആദ്യമായി ദേശീയ പുരസ്കാരം ലഭിച്ച മലയാള സിനിമ നടൻ ആരാണ്? ഉത്തരം അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ശരിയായ ഉത്തരം പറയുന്നവർക്ക് അടുത്ത വീഡിയോയിൽ ഷട്ടൗട്ട് നൽകുന്നതായിരിക്കും. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഫാക്ട് ബോക്സ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.